തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എക്സൈസിന്റെ പ്രത്യേക പരിശോധന താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാ അതിർത്തികളിലും പരിശോധന നടത്താൻ പ്രത്യേക ടീമുകളെ നിയോഗിച്ചു കഴിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിക്കലാശം വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ കൊണ്ടാണ് എക്സൈസ് ഇത്തരത്തിലൊരു പ്രത്യേക ടീമിനെ നിയോഗിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വലിയ രീതിയിൽ ലഹരി ഒഴുകുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 7-ാം തീയതി വൈകിട്ട് 6 മുതൽ അടുത്ത 3 ദിവസത്തേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം വരെയും സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആണ്. അതായത് മദ്യം ലഭിക്കുകയില്ല. ബാറുകളിലോ ബീവറേജ് ഔട്ട്ലെറ്റുകളിലോ ഒന്നും മദ്യം ലഭ്യമാകുകയില്ല. ഈ സമയത്ത് ഇതിന് മുൻപത്തെ ദിവസങ്ങളിൽ മദ്യം വാങ്ങി അത് സൂക്ഷിച്ച് കരിഞ്ഞതാക്കി വെച്ച് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ബ്ലാക്കിലടക്കം വിൽക്കുന്ന ഒരു രീതി സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ തടയുക. പ്രധാനമായും അതിർത്തി വഴിയാണ്. അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് വഴിയാണ് ഏറ്റവും കൂടുതൽ ലഹരി, കഞ്ചാവ്, മദ്യമടക്കമുള്ള ലഹരി സംസ്ഥാനത്തേക്ക് എത്തുക. അതുകൊണ്ട് ഇത്തവണ എക്സൈസിന്റെ പ്രത്യേക ടീമാണ് കെമു ഈ മൊബൈൽ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായ ഒത്തിരി സംവിധാനങ്ങൾ ഈ എക്സൈസിന്റെ ഈ മൊബൈൽ യൂണിറ്റിനുണ്ടാകും. അത് അതിർത്തി മേഖല, പ്രത്യേകിച്ചും വയനാട്, പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഈ കെമു പോലുള്ള മൊബൈൽ യൂണിറ്റ് വരുന്നത് വലിയ രീതിയിൽ ഫലമുണ്ടാക്കുന്നുണ്ട്. അതിർത്തി കടന്നു വരാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും ജില്ലാ കൺട്രോൾ റൂമിൽ ഒരു പ്രത്യേക ടീമുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത, അതായത് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഇത്തരത്തിൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടെങ്കിൽ കൂടി താലൂക്ക് അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ജില്ലാ കൺട്രോൾ റൂം നിയന്ത്രിക്കുന്ന ഒരു താലൂക്ക് യൂണിറ്റും ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ കെമു യൂണിറ്റ്, അങ്ങനെ 3 യൂണിറ്റ് കേന്ദ്രങ്ങളാണ്. ഈ മാസം 1-ാം തീയതി മുതൽ എക്സൈസിന്റെ ക്രിസ്മസിന്റെയും ഇലക്ഷന്റെയും ഡ്രൈവ് ആരംഭിച്ചിരുന്നു, പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചത് ഇന്ന് രാവിലെ മുതലാണ്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിൽ 3 ടീമായി കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്നതും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ ആ ലഹരി ഒഴുക്ക് തടയുന്നതും ഒപ്പം തന്നെ ഈ മാരകം, അതായത് ഈ മദ്യം മാത്രമല്ല, ഡ്രൈ ഡേ ഒരുക്കുന്ന സമയത്ത് ഡ്രൈ ഡേക്ക് പകരമായി ഒത്തിരി രാസലഹരി കൂടി എത്തുന്ന സാഹചര്യമുണ്ട്. അതിനും തടയിടാൻ വേണ്ടിയിട്ടാണ് കെമു പോലുള്ള സാങ്കേതിക സംവിധാനങ്ങളുള്ള എക്സൈസിന്റെ പുതിയ സ്ക്വാഡിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടുന്നത്. ഈ മാസം, അതായത് ന്യൂ ഇയർ വരേക്ക്, ഈ മാസം 34 തീയതി കഴിഞ്ഞ അടുത്ത ദിവസം 1-ാം തീയതി ന്യൂ ഇയർ വരെ ഇത്തരത്തിലുള്ള പരിശോധനയും സ്പെഷ്യൽ ഡ്രൈവും കെമു പോലുള്ള അതിർത്തി പ്രദേശങ്ങളിലെ മൊബൈൽ യൂണിറ്റുള്ള സാങ്കേതിക സംവിധാനമുള്ള എക്സൈസിന്റെ പരിശോധനയും തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.